ഹായ്, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാറുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ സ്നേഹിച്ചു തുടങ്ങിക്കോളൂ. പ്രാക്ടീസ് സെൽഫ് ലവ്. ഈ സെൽഫ് ലവ് എന്നുള്ളതൊരു സെൽഫിഷ് ആയിട്ടുള്ള സംഗതിയൊന്നുമല്ല കേട്ടോ. അങ്ങനെയൊക്കെ ചില ആളുകൾ ധരിച്ചു വെച്ചിട്ടുണ്ട്. അത് പക്ഷേ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. നമ്മൾ നമ്മളെ സ്വയം സ്നേഹിച്ചില്ലെങ്കിൽ നമ്മളെങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കാം? നമ്മൾ നമ്മളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്കങ്ങനെ മറ്റൊരാളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. സോ അതൊക്കെ വളരെ പ്രൈമറി ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, സെൽഫ് ലവ്, സെൽഫ് അവയർനെസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്ന് മുതൽ എല്ലാവരും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കുക. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർച്ച് അബൌട്ട് സെൽഫ് ലവ് എന്നുള്ളതാണ്. ജസ്റ്റ് ഗൂഗിൾ ഇറ്റ്. സിമ്പിൾ അല്ലേ? എല്ലാവരുടെയും കയ്യിൽ മൊബൈലുണ്ട്, ഗൂഗിളുണ്ട്, ഇൻ്റർനെറ്റ് കണക്ഷൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, എന്താണ് ഈ സെൽഫ് ലവ്, സെൽഫ് ലവിൻ്റെ ഡിഫറെൻറ്റ് വേയ്സ്, ഏതൊക്കെ രീതിയിൽ നമുക്ക് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാം, ഇതാദ്യം ഒന്ന് സ്വയം മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് നമ്മൾ എന്താ പറയുക, നല്ല വിലയുള്ള ആൾക്കാരാണ്, വി ആർ വർത്തി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മൾ ഒരു വിലയില്ലാത്തവരൊക്കെ ആയിട്ട് ചിത്രീകരിച്ചാലും അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയൊക്കെ നമ്മളിലേക്ക് ഇൻജെക്ട് ചെയ്യാൻ ശ്രമിച്ചാലും അങ്ങനെയുള്ള നെഗറ്റീവ് ആളുകളൊക്കെ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിൽ പോലും നമ്മൾ സ്വയം അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഓക്കെ, മറ്റൊന്ന് കൃത്യമായിട്ട് ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ള, ടോക്സിക് ആയിട്ടുള്ള, ഡേഞ്ചറസ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് നമ്മളെപ്പോഴും ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക. അതും സെൽഫ് ലവിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ പിന്നെ കൂടുതൽ ഞാൻ പറഞ്ഞു തരുന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ സ്വയം അവെയറാകും. ഗൂഗിൾ ഇറ്റ്. നിങ്ങളുടെ ഇൻറ്റേർണൽ നീഡ്സിനോട്, നിങ്ങളുടെ ഉള്ളിലുള്ള നീഡ്സിനോട് ലിസൺ ചെയ്യുക. എന്നിട്ട് ആ നീഡ്സിന് പ്രയോറിറ്റി കൊടുക്കുക. ആ ഒരു ലേണിംഗ് പ്രോസസ്സിനോട് പോസിറ്റീവായിട്ട് കാണുക അതിനെ. അതായത് നമ്മൾക്ക് മനുഷ്യരാണ്, നമുക്ക് തെറ്റുകൾ പറ്റും. ആ തെറ്റുകളിൽ നിന്ന് നമ്മൾ പുതിയ ലെസൺസ് ഉൾക്കൊള്ളുക, മുന്നോട്ട് പോവുക. നമ്മളൊരു വർക്ക് അണ്ടർ പ്രോഗ്രസ് ആൾക്കാരാണ് മനുഷ്യരെന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടേ ഓരോ ഡേ ബൈ ഡേ നമ്മളിങ്ങനെ ബ്യൂട്ടിഫുൾ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ജേർണിയെ ഹെൽത്തി ആയിട്ട് കാണുക, അതിനെ പോസിറ്റീവായിട്ട് സമീപിക്കുക, പോസിറ്റീവായിട്ട് ആ ജേർണി പോകാനായിട്ട് നമ്മൾ അവസരം കൊടുക്കുക. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത്. സോ പ്രാക്ടീസ് സെൽഫ് ലവ്. താങ്ക് യു.